ഇന്നലെ അമ്മയുടെ വീട്ടിലായിരുന്നു നിന്നത്. അപ്പം രാവിലെ എണീറ്റപ്പോൾ മാമി ചോദിച്ചു നമുക്കിന്ന് ബീഫ് ഉണ്ടാക്കിയാലോന്ന്. അപ്പോൾ രാവിലെ തന്നെ മാമി തന്നെ പോയി ബീഫ് വാങ്ങി കൊണ്ടുവന്ന് മാമി തന്നെ നന്നാക്കി മാമി തന്നെ അതാ കുക്ക് ചെയ്യാൻ പോകുന്നു. ബീഫ് വരട്ടിയതും അതേപോലെ കുറച്ച് കറിയും വെക്കാന്ന് വെച്ചു. സവാള ഗിരി 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 സവാള ഗിരി 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 ഗിരി. താനൊന്നും മിണ്ടാതിരിക്കണ്ട, ഈ വാർപ്പിന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. മാമി എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് തിണ്ണേമ്മ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ ഒരു പണിയും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് അവിടെ കയറി ഇരിപ്പല്ലാതെ വേറെ ഒരു പണിയും ഞാൻ എടുത്തിട്ടില്ല. ബീഫൊക്കെ നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി കറി ഉണ്ടാക്കാം. അതിന് നമ്മൾ കുക്കർ തന്നെ എടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു, കുറച്ച് പെരിഞ്ചീരകം ഇട്ടു, അല്ലെങ്കിൽ അരിഞ്ഞു വെച്ച ഉള്ളി, കറിവേപ്പില, മുളക് ഇതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പൊടി ഐറ്റംസ് ഇടുക. മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കളറിന് കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല മസാല. ഇതിലാരാ ചേരുവ ചേർത്ത്? ഞാനാ. ആ അതെന്നെ എങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കൈ എത്രന്ന് പറഞ്ഞാ എന്താണോ തേയിലുള്ളി കളിക്കാം. അതിട്ടങ്ങോട്ട് ഇളക്കി മസാലകളെല്ലാം ഇട്ട് നന്നായി ഇളക്കിയ ശേഷം കുറച്ച് തക്കാളി പിന്നെ വേവിച്ച് വെച്ച നമ്മുടെ ബീഫും കൂടെ അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ വെച്ച് നന്നായിട്ട് അത് ഒന്ന് വഴണ്ട് വരാൻ വെക്കുക. ഇതാണ് നമ്മുടെ ഋഷികേഷ്. അവന് വികൃതി എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല വികൃതിയാണ്. പണ്ട് ഒരു പാവം പോനായിരുന്നു കേട്ടോ. ഇതിൻ്റെ മണ്ടേ കയറുന്ന കണ്ടിട്ട് തന്നെ ബാക്കിയുള്ളവൻ്റെ കയ്യും കാലും വരക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ നിന്ന് എടുത്ത് ചാടും. നമ്മുടെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വരട്ടിയത് ഉണ്ടാക്കാം. ഒരു ചീൻചട്ടി എടുത്ത് അത് ചൂടായി വന്ന ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പെരുംജീരകം ഇടുക. അതിലേക്ക് നമ്മുടെ കൊത്തി വെച്ച തേങ്ങ ഇട്ട് നന്നായിട്ട് വഴറ്റുക. അത് ഒന്ന് സൈഡിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയ ശേഷം അതിൽ കുറച്ച് ഇഞ്ചിയും കൂടെ അരച്ച് വെച്ച ഇഞ്ചിയും കൂടെ എടുത്ത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ വയന്ന് വന്നതിലേക്ക് നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് അങ്ങെടുത്തിടുക. ബീഫ് എടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറേ നേരം ഇത് അടുപ്പത്ത് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുവരെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, അതിൻ്റെ ഇടയിൽ എന്നോട് വിട്ടുപോയി. എല്ലാവരും ഇത് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഇതുണ്ടായി തന്ന മാമിക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബായ്.